അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ മാസപ്പിറവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൻ്റെ ആ ഒരു ഹദീസിലൂടെ നമുക്ക് കിട്ടേണ്ട ഒരു ലക്ഷ്യം, ആ ഒരു മാസം നമ്മൾ ഉദ്ദേശിക്കുന്ന റമളാൻ മാസമൊക്കെ അത് എന്താണ്, അത് പിറന്നോ എന്ന് അറിയുക എന്നുള്ളതാണ് അതിലൂടെ ലക്ഷ്യമാക്കുന്നത്. അത് മാസം കൃത്യമാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇസ്ലാം കാണുന്നതുകൊണ്ട് തന്നെ പ്രവാചകൻ അതിൻ്റെ തലേ മാസത്തിൽ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും ആ മാസത്തിലുള്ള ചന്ദ്രക്കലകളെ നിരീക്ഷിച്ചിട്ട് പുതിയ മാസത്തിലേക്ക് വളരെ കൃത്യമായി എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള പല പരിശ്രമങ്ങളും നടത്തിയതായിട്ട് ഹദീസിൽ കാണുന്നത്. അതെന്തിനാണ് ഇത്ര അധികം കണിശത അതിൽ വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ മറ്റൊരു ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്, നമ്മൾ പെരുന്നാൾ ദിവസം നോമ്പ് വെക്കാൻ പാടില്ല, അത് ഹറാമാണ്. അപ്പോൾ ഒരു ഹറാമിലേക്ക് നമ്മൾ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴേക്ക് ആയിച്ചേരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷ്മത അവർ ദിവസം മാറുന്നതിൽ പുലർത്തിയിരുന്നു എന്ന് കാണാം. ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഹദീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഹദീസിലെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഖുർആൻ്റെ വിശദീകരണമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഖുർആൻ എന്ത് പറയുന്നു എന്ന് നമ്മൾ നോക്കൽ നിർബന്ധമായി. പ്രത്യേകം അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകളിൽ സൂമൂലി റുയത്തിഹി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അവ്യക്തത അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന അവ്യക്തത ക്ലിയർ ചെയ്യാനും മറ്റുള്ള ഹദീസുകളും അതുപോലെ തന്നെ ഖുർആൻ ആയത്തുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തുകയാണ് അത് ക്ലിയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ അഹില്ല എന്ന് പറയുന്ന തുടങ്ങുന്ന ആയത്ത്, എസ് അലൂനക്ക അനിൽ അഹില്ല എന്ന് പറയുന്ന ആ ആയത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. അപ്പോൾ ഈ അഹില്ലകൾ നമുക്ക് മാസങ്ങൾ കണക്കാക്കാനുള്ളതാണെന്നൊക്കെ ഈ ആയത്തുകളിൽ നിന്നും മറ്റു പല ആയത്തുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന. സൂറത്ത് തൗബയിൽ മാസങ്ങളുടെ എണ്ണം 12 ആണെന്നും അത് അള്ളാഹു ഭൂമി ആകാശങ്ങൾ സൃഷ്ടിച്ച ആ ഒരു സമയത്ത് തന്നെ ക്ലിപ്തപ്പെടുത്തി വെച്ച കാര്യമാണെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ മാസങ്ങളുടെ എണ്ണം കൊണ്ട് കളിക്കുന്ന, മാസങ്ങൾ അപ്പുറം ഇപ്പുറമൊക്കെ മാറ്റിമറിക്കുന്ന രീതി അതൊരു കുഫറാണെന്ന്, കുഫറിലുള്ള ആധിക്യമാണെന്നൊക്കെ നമ്മളെ പഠിപ്പിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിൽ ഈ മാസങ്ങളുടെ എണ്ണത്തിനും ഇതിനൊക്കെ കുറച്ചൊരു ഇമ്പോർട്ടൻസ്, ഓരോ മാസത്തിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലിപ്തപ്പെടുത്തി വെക്കുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം സൃഷ്ടിച്ച അന്ന് തന്നെ അള്ളാഹു ലോകാവസാനം വരെയുള്ള മാസങ്ങളുടെ എണ്ണമൊക്കെ അതിൽ ക്ലിപ്തപ്പെടുത്തി വന്നു എന്നുള്ളത് കൃത്യമാണ്. അതായത് 29ഉം 30ഉം ദിവസങ്ങളുള്ള മാസങ്ങളുണ്ടായിരിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഈ മാസം 29ആണോ 30ആണോ വരേണ്ടത് എന്നൊക്കെയുള്ള അതിൻ്റെ ടോട്ടൽ ഈസ് ഈക്വൽ ടു ഇത്ര എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ക്ലിപ്തപ്പെടുത്തി കഴിഞ്ഞാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടിയില്ല, ഈ ഒരു ദിവസം അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ പൊടിപടലം പിടിച്ചതിനെ കൊണ്ടോ അല്ലെങ്കിൽ മേഘം മൂടിയതിനെ കൊണ്ടോ മാറ്റാൻ പറ്റുന്നതല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ഖുർആനിലുടനീളം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അഷംസു വൽ ഖമറു ബിഹുസ്ബാൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ചന്ദ്രനും സൂര്യനും ഒക്കെ കണക്കുകളുണ്ട്, വളരെ കൃത്യമായ രേഖയിലൂടെ അവരിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ കൃത്യമായിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കണക്ക് എന്താണ് എന്നുള്ള ഒരു പഠനം നമ്മൾ നടത്തി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കുള്ള ഉത്തരം കിട്ടുകയാണ്. ആ മാസങ്ങൾ പ്രവാചകൻ പറഞ്ഞതുപോലെ 29ഉം 30ഉം ഒക്കെ ആയിട്ട് വരുന്നുണ്ടെന്നും ഒരു മാസത്തിൻ്റെ അവസാനത്തെ ദിവസത്തിൽ കൃത്യമായിട്ട് ഈ ചന്ദ്രൻ മറക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമാവുകയാണ്. അപ്പോൾ ഈ ചന്ദ്രകലകളുടെ എണ്ണവും അതിൻ്റെ കൃത്യതയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി നോക്കുമ്പോൾ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്ക് ചന്ദ്രകലകളുടെ ആ ഒരു അവസാനം ഹത്ത ആദക്കൽ ഉർജൂനുൽ ഖദീം പോലെയുള്ള ഒരു അവസ്ഥ വരെ ഈ ചന്ദ്രകലകളാകുന്നു എന്ന് ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഉർജൂനുൽ ഖദീം അവസാനത്തെ ചന്ദ്രക്കലയാണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. പിന്നെ അവിടെ വരുന്നത് ഒരു ഗ്യാപ്പാണ്. നമ്മുടെ നിരീക്ഷണത്തിൽ നിന്നും അതുപോലെ തന്നെ ശാസ്ത്ര പഠനത്തിൽ നിന്നും എല്ലാം തന്നെ മനസ്സിലാകുന്നത് ആ അവസാനത്തെ ഒരു ദിവസം ഇത് മൂടപ്പെട്ട് കിടക്കുകയാണ്. പിറ്റത്തെ ദിവസം, അതായത് മാസത്തിൻ്റെ അവസാനത്തെ ദിവസം നമുക്ക് ചന്ദ്രക്കല എവിടെയും കാണില്ല. അതിനാണ് ന്യൂമൂൺ അഥവാ കറുത്ത വാവ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണാം, ഒരു ഭാഗത്തു നിന്ന് ആ ദിവസത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ആ ദിവസം മുഴുവനും ചന്ദ്രക്കല നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു ഇരുണ്ട ഗോളമായി ചന്ദ്രൻ നമ്മുടെ മുന്നിലൂടെ അപ്പുറത്തെ ദിവസത്തേക്ക് മാറി. ഈ ഫൊയിൻ ഗുമ്മ എന്ന് പറയുന്ന ഹദീസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ഗുമ്മ എന്നുള്ളതിന് മറക്കപ്പെടുക, മാസാന്ത്യ രാത്രി എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ
ഇവിടെ നമ്മൾ ഈ രീതിയിൽ ഈ പഠനവും ഖുറാൻ്റെയൊക്കെ മൊത്തം ആശയവും പിന്നെ ഹദീസിൻ്റെ ഈ ഫൈൻ ഉമ്മ എന്നുള്ളതിൽ ഈ അർത്ഥവും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത് ഖുറാൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ അവസാനത്തെ ചന്ദ്രക്കല ആദക്കൽ ഉർജൂനുൽ കദീമ പോലെയുള്ള ഒരവസ്ഥയിലേക്ക് മാറുന്നുവെന്നും പിന്നെ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ഫൈൻ ഉമ്മ എന്നുള്ള ആ ഒരു മറക്കപ്പെടുക അവിടെ സംഭവിക്കുന്നതോട് കൂടിയിട്ട് ഫൊക്കദ്റു ഇലേഹി എന്നുള്ള നിങ്ങൾ വേണമെങ്കിൽ അതുകൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് അങ്ങനെ മറക്കപ്പെടുമ്പോൾ നിങ്ങളതിനെ 29, 30 ഉള്ളത് കൊണ്ട് നിങ്ങൾ പറയുന്ന ഈ രീതിയിലുള്ള എന്തെങ്കിലും സംശയങ്ങൾക്ക് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളത് കണക്ക് കൂട്ടിയിട്ട് അങ്ങോട്ട് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ എന്താണ് ഈ കണക്ക് കൂട്ടൽ? അവിടെ പിന്നെ പൊടി മറഞ്ഞതിനെ കൊണ്ട് ഒരു 30 ആക്കുക എന്നുള്ളത് കണക്ക് കൂട്ടലല്ല. അവിടെ കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടിട്ടില്ലേ പിന്നെ 30 തന്നെയാണ് ആവുക. അപ്പോൾ 29 30 എന്നുള്ളതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വന്നാൽ നിങ്ങൾ കണക്ക് കൂട്ടിക്കോ. അതിപ്പോൾ ആ കണക്ക് എങ്ങനെയാണ് വരുന്നത്? അത് ഈ ചന്ദ്രക്കലകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഖുറാൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ചന്ദ്രന് ഓരോ മനാസിലുകളുണ്ട്, ഓരോ സ്ഥാനങ്ങൾ, ഓരോ ദിവസത്തിന് ഓരോ സ്ഥാനമുണ്ട്. ഈ സ്ഥാനങ്ങൾ കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ സ്ഥാനങ്ങൾ പ്രകാരം ഒരു ദിവസം കാണാതായിപ്പോയാലൊന്നും വിഷയം വരുന്നില്ല. അവിടെ നമുക്ക് പിറ്റേ ദിവസം അത് എവിടെ ഏത് സ്ഥാനത്താണ്, അത് എത്ര പിന്നെ എന്താണ് ചന്ദ്രക്കലയുടെ ആ തിക്നെസ്, അതിൻ്റെ പൊസിഷൻ, ഇത് രണ്ടും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ കൺഫ്യൂഷനുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് കൂടി അള്ളാഹു അതിൽ വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്ലിയറായിട്ടുള്ള കുറേ കണക്കുകളൊക്കെ നമുക്ക് ഈ ഖുറാൻ്റെ ഹദീസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ ഈ കണക്കിനെ നിങ്ങൾ എന്താണെന്നുള്ള പഠിച്ച് അത് ഫോളോ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും അവിടെ വരുന്നില്ല. അപ്പോൾ പ്രവാചകൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഉമ്മിയായ, അതായത് കണക്ക് അറിയാത്ത ആൾക്കാരായിട്ട് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലാണ് പ്രവാചകൻ അത് പഠിപ്പിക്കുന്നതെന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ ഈ കണക്ക് പഠിക്കുന്നതോട് കൂടിയിട്ട് ഈ കാഴ്ച അവിടെ അപ്രസക്തമാവുകയാണ്. കാഴ്ച നിങ്ങൾക്ക് എന്താണ്, കാഴ്ചയുടെ അടിസ്ഥാനത്തിലുള്ള കണക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ പലരും ആ കണക്കിനോട് യോജിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ കണക്കിനോട് യോജിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെറുതെ നമുക്ക് ഈ ഒരു റമളാൻ്റെ ഒരു മാസപ്പിറവിക്ക് മാത്രം അവിടെ പ്രത്യേകിച്ചൊരു കാര്യവുമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ മാസങ്ങളുടെ എണ്ണങ്ങളൊക്കെ അള്ളാഹു വളരെ കൃത്യമായി അവിടെ ക്ലിപ്തപ്പെടുത്തി കഴിഞ്ഞതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരു കാഴ്ചയിൽ നമുക്ക് കണ്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിലെ ഒരാൾക്ക് ആ കാഴ്ച കണ്ടില്ല എന്നതിൻ്റെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? അള്ളാഹുവിൻ്റെ ആ ക്ലിപ്തപ്പെടുത്തിയ ആ ദിവസത്തിലൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂല. അള്ളാഹു അതിന് മാറ്റങ്ങൾ വരാൻ വേണ്ടി സമ്മതിക്കുകയില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അവിടെ ആ കറക്കത്തിൽ ഒരു സ്റ്റോപ്പ് വരുന്നില്ല. ആ സ്റ്റോപ്പ് വരാത്തിടത്തോളം കാലം ഈ കറക്കി വിട്ട അതിൻ്റെ ഇടയിൽ വരുന്ന ദിവസങ്ങളിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റൂല. അതൊരു കാഴ്ചയിൽ നമുക്ക് പിന്നെ പൊടിപടലം കൊണ്ട് മൂടപ്പെട്ടത് കൊണ്ട് ഈ കണക്കിൽ ഒരു മാറ്റം വരില്ല. ഇത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ ഈ വിഷയം അവിടെ അവസാനിച്ചു. പിന്നെയും നമ്മൾ പിന്നെ ഹദീസിൽ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോൾ ഖുർആൻ ആയത്തുകൾ അതിനേക്കാളും മുഴച്ച് നിൽക്കുന്നതായിട്ട് നമ്മളത് മനസ്സിലാക്കിയാൽ ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൽ ക്ലാരിറ്റി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അള്ളാഹു സത്യം മനസ്സിലാക്കാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകട്ടെ. ആമീൻ.